ഇടുക്കി രാജകാട് മേഖലയിൽ കിണറുകളിൽ നിന്നും മോട്ടോർ മോഷണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാജകാട് ഈഴക്കുന്നിൽ ഡിൽജോയുടെ കുടിവെള്ളം എടുക്കുന്ന മോട്ടോറാണ് മോഷണം പോയത്. ഞായറാഴ്ച മോട്ടോർ ഓൺ ചെയ്തപ്പോൾ വെള്ളം വരാത്തതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് മോട്ടോർ മോഷണം നടത്തിയതായി മനസ്സിലായത്. കിണറ്റിലെ വെള്ളത്തിലിട്ടിരിക്കുന്ന മോട്ടറിന്റെ വൈദ്യുതി വരുന്ന കേബിളുകളും കെട്ടിത്തൂക്കിയിട്ട പ്ലാസ്റ്റിക് കയറും ഹോസും മുറിച്ചാണ് മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയത്. ഞായറാഴ്ച രാവിലെ ഞാൻ വീട്ടിൽ വെച്ച് മോട്ടർ അടിച്ച് നോക്കി, അപ്പം വെള്ളം വന്നില്ല. അതിനുശേഷം ഞാൻ എൻ്റെ കുളമിരിക്കുന്ന ഭാഗത്ത് വന്ന് കിണർ പരിശോധിച്ചപ്പോൾ മോട്ടർ കാണാനില്ല. ഓസ് ചെത്തി എടുത്തിട്ടുണ്ട്, സർവീസ് വയറും ചെത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോട്ടർ തലേദിവസം രാത്രിയിൽ കള്ളം കൊണ്ടുപോയതായിട്ട്. ഞാൻ രാജക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും SI വന്ന് മോട്ടർ ഇരിക്കുന്ന കിണറും പരിസരവും നോക്കുകയും തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലെ CCTV ക്യാമറ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തൊട്ട് പ്രദേശത്ത് ഇപ്പോൾ ഈ ഏലക്കായുടെ മോഷണവും ഈ മോട്ടോർ മോഷണമൊക്കെ പതിവായിട്ടുണ്ട്. അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഈ ഇങ്ങനെയുള്ള മോഷണങ്ങൾ തടയാനുള്ള അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് പറയാനുള്ളത്. 1.5 ആഴ്ച മുൻപ് ഇതേ കിണറ്റിൽ സ്ഥാപിച്ചിരുന്ന ബാങ്ക് ജീവനക്കാരനായ സന്തോഷിന്റെ മോട്ടോർ മോഷ്ടിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. വെള്ളം കയറാതെ വന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഹോസ് മുറിച്ചതായി കണ്ടെത്തിയത്. മുൻപ് കല്ലുവെട്ടത്ത് വിജയൻ, ഒറ്റപ്ലാക്കൽ നോബി എന്നിവരുടെ മോട്ടറും ഈ കിണറിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. ബൈപ്പാസ് റോഡിന് സമീപത്തുള്ള ഈ കിണറിൽ നിന്നും 6ഓളം വീട്ടുകാർ മോട്ടോർ വെച്ച് വെള്ളമെടുക്കുന്നുണ്ട്. മോഷണം സംബന്ധിച്ച് ഡിൻജോ രാജക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നതാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.